ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളൊക്കെ വലിയ ഘോരഘോരം പ്രസംഗിക്കുന്ന കിഫ്ബി, ഇവിടെയുള്ള കിഫ്ബിയുടെ വികസനത്തിന്റെ വിതരണത്തിൽ വലിയ അസന്തുലിതാവസ്ഥ കൂടിയുണ്ട് എന്നുള്ളത് പ്ലാനിംഗ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും ഗുരുതരമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളിൽ 20% ഒരു ജില്ലയിലേക്കാണ് പോയിട്ടുള്ളത്, ഒറ്റ ജില്ലയിലേക്ക്. നമുക്ക് നമ്മുടെ വികസനം കൊണ്ടെത്തിക്കുമ്പോൾ അതിന് ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് വേണം വികസനം കൊണ്ടുവരാൻ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. കണ്ണൂർ ജില്ലയിലേക്ക് മാത്രം 20.9% കിഫ്ബിയുടെ വിതരണം വന്നിട്ടുണ്ട്. 3 ജില്ലകളിലേക്ക് മാത്രം സർ കിഫ്ബിയുടെ പദ്ധതികൾ വന്നത് 49.7%. പകുതിയോളം കേരളത്തിൽ 3 ജില്ലകളിൽ മാത്രമാണ്. ഇത് അസന്തുലിതമായ മറ്റു ജില്ലകൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, മലപ്പുറം ജില്ല ഏതായാലും ഇല്ല. എന്തായാലും മറ്റു ജില്ലകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. 20% കണ്ണൂർ ജില്ലയിലേക്ക് മാത്രം. അതുകൊണ്ട് കിഫ്ബി നിർത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുമെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും UDF ഗവൺമെന്റ് അതിന്റെ നയമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടേണ്ട ഇതുവരെ വികസനം എത്താത്ത, കിഫ്ബി മുഖേന വികസനം എത്താത്ത എല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം UDFന്റെ MLAമാർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളിലേക്കൊന്നും കിഫ്ബിയുടെ ഈ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് എത്തിക്കാനുള്ള മാർഗം കൂടി സർ ഇതിൽ തീർച്ചയായിട്ടും ഈ വികസനത്തിന്റെ വിതരണത്തിൽ ഈ സന്തുലിത പാലിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം. 2016 മുതൽ 2026 വരെയുള്ള 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ LDF സർക്കാർ കേരളത്തിൽ കിഫ്ബി വഴി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളുടെ നികുതി കൊണ്ട് ഉപയോഗിച്ച ലക്ഷക്കണക്കിന് കോടി രൂപ എത്തരത്തിലാണ് പിണറായി വിജയന്റെ LDF സർക്കാർ ചെലവഴിച്ചത് എന്ന് നോക്കിയാൽ വളരെ നിരാശയുണ്ടാക്കുന്ന മലപ്പുറം, കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ഈ തുകകൾ അത്രയും തന്നെ കേരളത്തിൽ ചെലവഴിച്ചത്. കഴിഞ്ഞ ദിവസം നിലവിലെ സർക്കാർ ഇറക്കിയ ധവളപത്രത്തിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അതുപ്രകാരം കണ്ണൂർ ജില്ലയിൽ മാത്രം കിഫ്ബിയുടെ 20% ഫണ്ടും പോയത് കണ്ണൂർ ജില്ലയിലാണ്. ഏകദേശം 17% തിരുവനന്തപുരം ജില്ലയിലാണ്. ഏകദേശം 10-11% കൊച്ചിയിലുമാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഈ 3 ജില്ലകൾക്ക് മാത്രമായിട്ട് 50% കിഫ്ബി ഫണ്ട് ചെലവഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 11 ജില്ലകൾ കൂടിയായിട്ട് ആകപ്പാടുള്ള ബാക്കി 50%. എന്തുമാത്രം ഫേവറിറ്റിസമാണ് കണ്ണൂർ നൽകിയതെന്നും എത്രമാത്രം അവഗണനയാണ് മലപ്പുറത്തിനും കോഴിക്കോടിനും വയനാടിനും കാസർഗോഡിനും പത്തനംതിട്ടക്കും നേരിടേണ്ടി വന്നതെന്നും ഈ കണക്ക് വിശദമായി നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ നെട്ടിപ്പോവും. നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. സമത്വം, സാഹോദര്യം എന്നൊക്കെ LDF പറയുമെങ്കിലും എൻഡ് ഓഫ് ദി ഡേ അവരുടെ ഭരണകാലത്ത് അവര് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അത് കണ്ണൂര് മാത്രമാണ്. ഏത് കേരളത്തിലുള്ള 14 ജില്ലയിലെയും കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ നിന്ന് പിരിച്ച തുക കൊണ്ട് ഇവര് കണ്ണൂരിനെ വളർത്തി. നിങ്ങളൊന്ന് ആലോചിക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം, പിന്നെ തിരുവനന്തപുരം, പിന്നെ എറണാകുളം, പിന്നെ കോഴിക്കോട്, പിന്നെ തൃശ്ശൂർ. ഈ 5 ജില്ലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലകൾ. ഇപ്പറയുന്ന കണ്ണൂർ ജില്ലയിൽ കേവലം 25 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. അതായത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 7ാം സ്ഥാനം 8ാം സ്ഥാനമൊക്കെ. ആ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വരെ ചെലവഴിച്ച്. ബാക്കിയുള്ള ജില്ലക്കാരോ? ഈ പൈസ കണ്ണൂർ ജില്ലക്കാരതാണോ? ഇല്ല. ഈ 13 ജില്ലക്കാരെയും പൈസ അല്ലേ? അതെടുത്തിട്ട് ഒരു ജില്ലയിൽ മാത്രം കൊണ്ടിട്ട് എത്രമാത്രം വിവേചനമായിരുന്നു പിണറായി വിജയൻ സർക്കാർ 10 വർഷം കേരളത്തിലെ കണ്ണൂർ ഒഴികെയുള്ള ജില്ലയോട് ചെയ്തിരുന്നത് എന്ന് ഈ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, കൊച്ചിയിൽ 11% ചെലവാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം കൊച്ചി ഒരു വാണിജ്യ നഗരമാണ്, കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. മാത്രമല്ല അറിയപ്പെട്ട ഒരു തുറമുഖ നഗരം കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വേണം, അതിലൊന്നും ഒരു തർക്കമില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം 17% തിരുവനന്തപുരത്ത് കിഫ്ബി ചെലവഴിച്ച്. കേരളത്തിന്റെ തലസ്ഥാനമാണ്. മാത്രമല്ല ഇപ്പം പുതിയ ഒരുപാട് പ്രൊജക്ടുകൾ തിരുവനന്തപുരത്തുണ്ടല്ലോ, വിഴിഞ്ഞം പോർട്ട് പോലുള്ള. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഫണ്ട് വേണ്ടി വരും, അതിലൊന്നും ഒരു സംശയമില്ല. എന്നിട്ട് പോലും തിരുവനന്തപുരത്ത് എത്ര ചെലവാക്കിയത്? കേവലം 17%. കൊച്ചിയിൽ എത്ര ചെലവാക്കിയത്? കേവലം 11%. തിരുവനന്തപുരത്തിന്റെ അത്രയും, കൊച്ചിയുടെ അത്രയും, കോഴിക്കോടിന്റെ അത്രയും, എന്തിന് മലപ്പുറത്തിന്റെ അത്ര പോലും പ്രാധാന്യമില്ലാത്ത, കേരളത്തിന്റെ വാണിജ്യ രംഗത്തോ വ്യവസായ രംഗത്തോ കാര്യമായി പങ്കുവഹിക്കാത്ത കണ്ണൂർ ജില്ലയ്ക്ക് 20% അവർ കൊടുത്ത്. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തുമാത്രം വിവേചനമാണ് ഇവർ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചിരിക്കുന്നതെന്ന്. 13 ജില്ലയിൽ നിന്നുള്ള ആളുകളുടെ അടുത്തു നിന്നും നികുതി പിരിച്ചെടുത്തിട്ട് ഒരു ജില്ലക്ക് മാത്രം ഫേവറേറ്റിസം ചെയ്യുന്നു. നിങ്ങളെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. എന്നാൽ ഇതിന് മാത്രം ഏതെങ്കിലും രീതിയിൽ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ നിർണായകമായ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു സ്ഥലമാണോ കണ്ണൂര്? അതൊറ്റല്ലതാണ്. ഈ കണക്കുകൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോവും.
എന്തായാലും നമുക്ക് ആ കണക്കൊന്ന് വിശദമായി നോക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കിഫ്ബി വഴി ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ചെലവാക്കിയ ജില്ലകളുടെ കണക്കൊന്ന് നമുക്ക് നോക്കാം. കിഫ്ബിയുടെ എക്സാക്ട് എമൗണ്ട് എത്ര, ഒരു ഫിഗർ എത്ര എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഒരു ശതമാന കണക്ക് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ നോക്കുമ്പോൾ 4% മാത്രമാണ് കിഫ്ബി പദ്ധതികൾ നടപ്പിലാക്കിയത്. കേവലം 4%. പിന്നീട് നമ്മൾ കണ്ണൂരിലേക്ക് വരുമ്പോൾ അത് 20% കൂടുതലാണ്. 20% കൂടുതൽ കിഫ്ബി ചെലവഴിച്ചത് കണ്ണൂരിലാണ്. അതായത് കിഫ്ബിന്റെ മേജർ പോർഷനും ചെലവഴിച്ചത് കണ്ണൂരില്. കിഫ്ബിയിലേക്ക് ആരാണ് പണം നൽകുന്നത്? ജനങ്ങളല്ലേ. ഏറ്റവും കൂടുതൽ പണം നൽകുന്നത് മലപ്പുറംകാരാണ്, കൊച്ചിക്കാരാണ്, തിരുവനന്തപുരത്താണ്, കോഴിക്കോട്ടുകാരാണ്. നമ്മളങ്ങനെ ദേശത്തിന്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തല്ല. പക്ഷെ ന്യായമായതെങ്കിലും കിട്ടണ്ടേ? ന്യായമായത് പോലും കിട്ടിയിട്ടില്ല. നേരെ മറിച്ച് വേറെ സ്ഥലത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു. വയനാട്ടിലേക്ക് വരുമ്പോൾ ഇത് 3% മാത്രമാണ്. 3% മാത്രം. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കണക്കുകൾ ഇത് മലപ്പുറത്താണ്. കേവലം 6%. നിങ്ങളൊന്ന് ആലോചിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ആളുകളുള്ള ജില്ലയാണ് മലപ്പുറം. അവിടെ കിഫ്ബി ചെലവഴിച്ചത് കേവലം 6% മാത്രം. ഇത് കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ 7%, പാലക്കാടേക്ക് എത്തുമ്പോൾ 5%, തൃശ്ശൂര് 6%, എറണാകുളം ജില്ലയിൽ, കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിൽ 11% ചെലവഴിച്ചിട്ടുണ്ട്. ഈ എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം UDFന്റെ ശക്തമായിട്ടുള്ള കേന്ദ്രമാണ്. എന്നിട്ടും അവിടെ ചെലവഴിച്ചില്ല LDF സർക്കാർ എന്ന് ആരെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ അവരൊരു കാര്യം മനസ്സിലാക്കുക. എറണാകുളത്ത് ചെലവഴിച്ചത് 11% മാത്രമാണ്. ഇതേ സമയം കണ്ണൂർ ചെലവഴിച്ചത് 20%. എറണാകുളത്തേക്കാൾ വളരെ വലിയ സിറ്റിയാണോ കണ്ണൂര്? അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ണൂരുണ്ടോ? എറണാകുളത്തേക്കാൾ ആവശ്യങ്ങൾ കണ്ണൂരുണ്ടോ? ഈ മാറ്റം നോക്കിയാൽ മതി നിങ്ങൾ. എത്രമാത്രം ഫേവറിറ്റിസമാണ് ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ നടത്തിയത് നിങ്ങൾ നോക്കിക്കേ. എറണാകുളം കഴിഞ്ഞ് നമ്മൾ ഇടുക്കിയിലേക്ക് വന്നാൽ ഇത് 3%. കോട്ടയത്ത് എത്തുമ്പോൾ ഇത് 5% ആകുന്നു. ആലപ്പുഴയിൽ എത്തുമ്പോൾ ഇത് 5% ആകുന്നു. പത്തനംതിട്ടയിൽ എത്തുമ്പോൾ ഇത് 3%ത്തേക്ക് കൂപ്പുകുത്തുന്നു. കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇത് 6%. തിരുവനന്തപുരം ജില്ലയിൽ ഇത് 17% വികസിക്കുന്നു. നമുക്കറിയാം തിരുവനന്തപുരം ജില്ല LDFന്റെ ശക്തമായിട്ടുള്ള കേന്ദ്രമാണ്. മാത്രമല്ല അതൊരു ക്യാപിറ്റൽ സിറ്റി ആണല്ലോ. അതിൻ്റെതായ നീഡിങ്സ് ഒക്കെ അതിനുണ്ടാവും. നമുക്ക് അത്തരത്തിൽ അത് എടുക്കാം. പക്ഷെ നിങ്ങൾ നോക്ക്, കണ്ണൂർ 20%. കേരളത്തിന് ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന മലപ്പുറത്ത് കേവലം 6%. ഇത് എത്രയാണ് മാറ്റം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന ജില്ലകളിൽ 7ാം സ്ഥാനമാണ് കണ്ണൂരിന്. ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന ജില്ലകളിൽ 1ാം സ്ഥാനമാണ് മലപ്പുറത്തിന്. ഇതേ കാര്യത്തിൽ 4ാം സ്ഥാനമാണ് കോഴിക്കോടിന്. ഇവിടെ ഒന്നും നൽകാതെ കണ്ണൂരിൽ മാത്രം 20% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു കിഫ്ബി. ഇത് അനീതിയല്ലേ? നമ്മൾ പറയുന്നത് ഓരോ ജില്ലക്കാരൻ നൽകുന്ന ടാക്സ് ആ ജില്ലയിൽ തന്നെ ചെലവാക്കണം. അത്തരത്തിലുള്ള പ്രാദേശികവാദമല്ല ഈ പറയുന്നത്. ന്യായമായതെങ്കിലും കൊടുക്കണ്ടേ? അതുപോലും ചെയ്തിട്ടില്ല. ഒരാളെ ടാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങളൊന്ന് ആലോചിക്കേ. ഒരാളുടെ ടാക്സ് അത് ഒരു വർഷത്തിൽ ഏകദേശം കേരളത്തിലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 28,000 രൂപയോളം വരും. 28,000 രൂപ. 43 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് ടാക്സ് ഇനത്തിൽ മാത്രം കേരളത്തിന് എത്ര കിട്ടിക്കാണും? ഒന്ന് ആലോചിച്ച്. 32 ലക്ഷം ജനങ്ങളുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്ന് എത്ര കിട്ടിക്കാണും ടാക്സ് ഇനത്തിലൂടെ മാത്രം കേരളത്തിന്? ഇവിടെ ഒന്നും വേണ്ട വികസനങ്ങളില്ല. നേരെ മറിച്ച് കേവലം 25 ലക്ഷം മാത്രം ജനങ്ങളുള്ള കണ്ണൂർ എല്ലാ വികസനവും. എത്തരത്തിലുള്ള അവഗണനയാണ് മലപ്പുറം, കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങൾ നേരിട്ടതെന്ന് നിങ്ങൾക്ക് ഈ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. മലപ്പുറത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നിങ്ങൾ പോയി നോക്ക്. എത്രമാത്രം അസൗകര്യം കൊണ്ട് വീർപ്പുമുട്ടാണ് ഇത്തരം സ്ഥലങ്ങളൊക്കെ. അതുപോലെ തന്നെ മാനന്തവാടിയിലുള്ള മെഡിക്കൽ കോളേജിലുള്ള അതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പലപ്പോഴും പര്യാപ്തമാവാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവിടെ. കഴിഞ്ഞ 10 വർഷം സമത്വം എന്ന വാക്കും പറഞ്ഞുകൊണ്ട് LDF സർക്കാർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്നത് ചില ജില്ലകളെ മാത്രം പോഷിപ്പിക്കുന്ന പരിപാടിയായിരുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ തലസ്ഥാന നഗരവും മുഖ്യമന്ത്രി ഉൾപ്പെടുന്നുള്ള ജില്ലയും മാത്രം വികസിച്ചാൽ മതി എന്നായിരുന്നു ഇവരെ കാഴ്ചപ്പാട്. ബാക്കിയുള്ള ജില്ലകളെ ഇപ്പൊ മലപ്പുറം ആവട്ടെ, കോഴിക്കോടാവട്ടെ, വയനാടാവട്ടെ, അവരൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള നിലപാടായിരുന്നു ഇവർക്ക്. ഈ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പുതുതായി അധികാരത്തിൽ വന്ന PD സതീശൻ സാറിന്റെ സർക്കാരിനോട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരൊറ്റ അപേക്ഷയുള്ളൂ. തുല്യമായിട്ടുള്ള വികസനം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. പുതിയ സർക്കാർ അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ LDF കഴിഞ്ഞ 10 വർഷക്കാലം വളരെ ക്രൂരമായിട്ട് അവഗണിച്ച മലപ്പുറം, കോഴിക്കോട്, പത്തനംതിട്ട, വയനാട്, കാസർഗോഡ് ജില്ലകളെ മറ്റെല്ലാ സ്ഥലങ്ങളെയും പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഈ 5 ജില്ലകളെ പരിഗണിക്കണമെന്നാണ് നമ്മുടെ അപേക്ഷ.
അങ്ങനെ വേണം വികസനത്തിന്റെ കാര്യത്തിലുള്ള ഈ 5 ജില്ലകളിലെ കുടിശ്ശിക സർക്കാർ തീർക്കാനായിട്ട്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നീതിപൂർവമായിട്ടുള്ള വിതരണം സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട്. അത്രയേറെ അവഗണനയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ഈ പറയുന്ന ജില്ലകളൊക്കെ നേരിട്ടത്. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഈ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്താ പറയുന്നത്? സമത്വം പറയാ, സാഹോദര്യം പറയാ, എന്നിട്ട് അധികാരത്തിൽ വരിക, എന്നിട്ട് അവരുടെ നാട്ടിൽ മാത്രം വികസനങ്ങൾ കൊണ്ടുവരിക. ആരുടെ? മറ്റുള്ള 13 ജില്ലക്കാരുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ നാട്ടിലേക്ക് മാത്രം വികസനം കൊണ്ടുവന്നത്. നിങ്ങളൊന്ന് ആലോചിക്കേ. ഞാൻ പറയുന്നത് അവരുടെ നാട്ടിൽ വികസനം വേണ്ടെന്നല്ല, മറ്റുള്ളവരെ കൂടി അർഹമായ രീതിയിൽ പരിഗണിച്ച ശേഷമാണെങ്കിൽ നമുക്ക് ഓക്കെ. ഇതില്ല. മറ്റുള്ളവരെ ഫുൾ തഴഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഒരു പ്രത്യേക ജില്ലക്ക് മാത്രം പരിഗണന നൽകുക. ഇത് ശക്തമായിട്ടുള്ള അനീതിയല്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്നത് ഇതായിരുന്നു നമ്മള്. ഇനി പുതിയ സർക്കാർ ഇപ്പോൾ നിലവിൽ അധികാരത്തിലൊക്കെ വന്നിരിക്കുന്നു. വലിയ പ്രതീക്ഷയാണ്, പ്രത്യേകിച്ച് LDF സർക്കാർ ക്രൂരമായിട്ട് അവഗണിച്ച ജില്ലകൾക്ക് പുതിയ സർക്കാരിലുള്ളത്. ഇപ്പറഞ്ഞ ജില്ലകളൊന്നും കണ്ണൂരിലേക്ക് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അർഹതപ്പെട്ടത് കണ്ണൂർ വേണം നൽകാം. എന്നാൽ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷകാലമായി എല്ലാ രീതിയിലും അവഗണിക്കപ്പെട്ട ജില്ലകളെ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നോട് നൽകണമെന്ന് വളരെ വിനീതമായി മറ്റൊരു വീഡിയോ ഒട്ടുമിക്കാത്ത കാണാമെന്ന പ്രതീക്ഷയോടെ പറയുന്നു.